ഇനി നമുക്ക് പൂരത്തിലേക്ക് വരാം. തൃശ്ശൂർ പൂരം 26-നാണ്. എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നാളെ പൂരത്തിന് കൊടിയേറുകയും ചെയ്യും. തിരുവമ്പാടി, പാറമേക്കാവ്, ഒപ്പം തന്നെ കരിമംഗല ശാസ്താവ്, മറ്റ് നെയ്തലക്കാവ് അടക്കമുള്ള ഘടകക്ഷേത്രങ്ങളിലുമൊക്കെ നാളെ കൊടിയേറ്റ് നടക്കും. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സ്നേഹ, എല്ലാവരും വളരെ ഈ കടുത്ത ചൂട് ഒരു ആശങ്കയാണെങ്കിൽ പോലും ആ ചൂടുന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർ പൂരത്തെ ആഘോഷിക്കാൻ, കൊണ്ടാടാൻ കാത്തിരിക്കുന്നവരാണ് കേരളം മുഴുവനുള്ള ആളുകൾ. എപ്പോഴൊക്കെയാണ് ഈ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക? ഇപ്പോഴേ ഒരു പൂരത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് വന്നിട്ടുണ്ടാകും തൃശ്ശൂർ നഗരം, അല്ലേ? തീർച്ചയായും ദിവിഷ്, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് നാളെയാണ് കൊടിയേറ്റ് നടക്കുക. ഇപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ നഗരത്തിൽ നടക്കുന്നുണ്ട്. നാളെ തിരുവമ്പാടി, പാറമേക്കാവ്, അതോടൊപ്പം തന്നെ 8 ഘടകക്ഷേത്രങ്ങളിലെയുമാണ് കൊടിയേറ്റ് നടക്കുക. തുടർന്ന് ഏപ്രിൽ 26-നാണ് തൃശ്ശൂർ പൂരം നടക്കുക. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നാളെ 11 മണിക്കും 11:30-ക്കുമാണ് കൊടിയേറ്റ് നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ പൂരം പുറപ്പാട് നടക്കും. ശേഷം തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റുന്ന ഒരാനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ്, നായ്ക്കനാലിലും അതോടൊപ്പം തന്നെ നടുവിലാലിലും എത്തും. അതിനുശേഷമാണ് പൂരപതാകകൾ അവിടെ ഉയരുക. തുടർന്ന് വടക്കുംനാഥൻ്റെ ശ്രീമൂല സ്ഥാനത്ത് മേളം കലാക്ഷിച്ച് നടുവിൽ മഠത്തിൽ ആറാട്ടോടെ ചടങ്ങുകൾ പൂർത്തിയാകും. പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ പാറമേക്കാവ് ക്ഷേത്രത്തിൽ 11:30 കൂടിയാണ് കൊടിയേറ്റ് നടക്കുക. വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവതി സാക്ഷി നിർത്തിയാണ് കൊടിയേറ്റും മറ്റും കാര്യങ്ങളുമൊക്കെ തന്നെ നടക്കുക. പാറമേക്കാവ് കാശിനാഥൻ തിടമേറ്റുന്ന 5 ആനകളുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളപ്പിന് ശേഷം ഇവിടെ വടക്കുനാഥന്റെ ചന്ദ്രപുഷ്കരണിയിൽ ആറാട്ട് നടക്കുകയും ചെയ്യും. ഇതേ സമയം ക്ഷേത്രത്തിലെ പാലമരത്തിലും അതോടൊപ്പം തന്നെ ആൽമരത്തിലും കൊടി ഏറുകയും ചെയ്യും. നിരവധി പേരാണ് ഇന്ന് ഞായറാഴ്ച ഇവിടെ കണ്ടാൽ മനസ്സിലാകും, നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങൾ തൃശ്ശൂർക്കാരനല്ലേ? ഒറ്റപ്പാലം. ഇവിടെ പൂരത്തിനുണ്ടാകുമോ? പൂരത്തിനുണ്ടാവുമോ? ഇല്ല. ഓക്കെ. അപ്പോൾ തൃശ്ശൂർക്കാരും അല്ലാത്ത അവരൊക്കെ ഉണ്ട്. നിങ്ങൾ തൃശ്ശൂർക്കാരാണോ? തൃശ്ശൂരാണോ പോൻ? ചേട്ടാ, എങ്ങനെ തൃശ്ശൂർക്കാരാണോ? പൂരത്തിന് ഇവിടെ ഉണ്ടാവുമോ? പൂരത്തിന് ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ വരും. ഇത്തവണ എങ്ങനെയാണ്? തീരുമാനിച്ചിട്ടില്ല, ഇടയ്ക്ക് വരും. എത്ര വർഷം വന്നിട്ടുണ്ട് ഇവിടെ പൂരത്തിന്? ഒരു കൊല്ലം. ഒരു കൊല്ലം കണ്ട ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പൂരം. അപ്പോൾ നാളെയാണ് കൊടിയേറ്റ് നടക്കുക. നാളെ ഇതിലും അധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. നാളെ പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ്, അതോടൊപ്പം തന്നെ 8 ഘടകക്ഷേത്രങ്ങളിലെയും കൊടിയേറ്റാണ് നടക്കുക. ഈ കൊടിയേറ്റ് ചടങ്ങുകളും മറ്റുമൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി, അതായത് രാവിലെയും വൈകിട്ടും മറ്റുമാണ് കൊടിയേറ്റ് നടക്കുക. ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഈ തൃശ്ശൂർ ഒരു നാടും നഗരവും മുഴുവൻ പൂരലഹരിയിലേക്ക് അമരും എന്നതാണ് ഇപ്പോൾ നഗരത്തിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഓരോ സ്ഥലത്തും പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവിഷ്. ശരി.